10ാം ക്ലാസ്സിലെ IT പാഠപുസ്തകത്തിലെ 1ാമത്തെ ചാപ്റ്ററിലെ 4ാമത്തെ വീഡിയോ ആണ് ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. ഇതിനു മുമ്പുള്ള പ്രവർത്തനങ്ങളെല്ലാം ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതെല്ലാം കാണാവുന്നതാണ്. ഇനി നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ബാഡ്ജ് നിർമ്മാണമാണ്. അതായത് ടെക്സ്റ്റ് ബുക്കിൽ തുടർ പ്രവർത്തനത്തിൽ കൊടുത്തിട്ടുണ്ട്. ലിറ്റിൽ കൈറ്റ്സിൻ്റെ ജില്ലാതല സഹവാസ ക്യാമ്പ് ഈ വർഷം നമ്മുടെ സ്കൂളിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അതിൽ പങ്കെടുക്കുന്നവർക്കായിട്ട് ഒരു ബാഡ്ജ് നിർമ്മിക്കണം. അപ്പോൾ ബാഡ്ജിൻ്റെ മാതൃക ഇവിടെ തന്നിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം. അതിലുള്ള ഏതാണ്ട് എല്ലാ വർക്കുകളും എന്ന് പറയാം നമ്മൾ നേരത്തെ ചെയ്ത ഇതിനു മുമ്പ് ചെയ്ത വർക്കുകളിലൊക്കെ പഠിച്ചു കഴിഞ്ഞതാണ്. പിന്നെ അതിലാകെ ഒരു പുതിയ ഒരു ടെക്നിക്ക് മാത്രമാണ് നമ്മൾ ഇത്തവണ പരിചയപ്പെടുന്നത്. അതായത് ആ രണ്ട് വൃത്തങ്ങൾക്കിടയിൽ ഈ അക്ഷരങ്ങൾ വൃത്താകൃതിയിൽ വരണം. അത് മാത്രമാണ് ഇതിൽ പുതുതായിട്ടൊരു വർക്കായി വരുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും തന്നെ, ബാക്കി എല്ലാ ടെക്നിക്കുകളും നമ്മൾ ഇതിന് മുൻപത്തെ വീഡിയോകളിൽ അല്ലെങ്കിൽ ഇതിന് മുന്നത്തെ വർക്കുകളിൽ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞതാണ്. നമ്മൾ ഈ ബാഡ്ജ് നിർമ്മിക്കാനായി ആദ്യ ആപ്ലിക്കേഷൻ ഇങ്ക്സ്കേപ്പ് എന്ന ക്രമത്തിൽ സെർച്ച് ചെയ്തുകൊണ്ട് ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ ആദ്യം ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് വരും. അത് ന്യൂ ഡോക്യുമെൻ്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി അതിൻ്റെ പേജ് ബോർഡർ ഒഴിവാക്കാൻ ഫയൽ ഡോക്യുമെൻ്റ് പ്രോപ്പർട്ടീസ് എന്ന ക്രമത്തിൽ ഷോ പേജ് ബോർഡർ എന്നുള്ളതിൻ്റെ ടിക്ക് മാർക്ക് ഒഴിവാക്കുക. ആ വിൻഡോ അതിനുശേഷം ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് ആദ്യം രണ്ട് വൃത്തങ്ങളാണ് വരയ്ക്കേണ്ടത്. ആദ്യം ഒരു വലിയ വൃത്തവും പിന്നീട് അതിനുള്ളിലായിട്ടൊരു ചെറിയ വൃത്തവും വരയ്ക്കണം. അപ്പോൾ സർക്കിൾ ടൂൾ എടുത്തുകൊണ്ട് ടൂൾ ബോക്സിൽ നിന്ന് സർക്കിൾ ടൂൾ എടുത്തുകൊണ്ട് ആദ്യം നമുക്ക് ആവശ്യമായിട്ടുള്ള വലുപ്പത്തിൽ ഒരു വൃത്തം വരച്ചു. ഇനി നമുക്കതിൽ ക്വസ്റ്റ്യനിൽ തന്ന പോലെയുള്ള കളറാക്കി മാറ്റണം. അതിന് ആ വൃത്തത്തെ സെലക്ട് ചെയ്തുകൊണ്ട് ഞാനിവിടെ ഒരു ഡാർക്ക് ബ്രൗൺ കളർ കൊടുത്തു. ഇനി നമുക്കിതിൻ്റെ ഉള്ളിലായി വരുന്ന ചെറിയൊരു വൃത്തം വേണം. അതിന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തു. അതിനാവശ്യമായിട്ടുള്ള കളറ് നൽകി അതിൻ്റെ വലുപ്പവും വേണ്ട രീതിയിൽ ക്രമീകരിക്കുക. രണ്ട് വൃത്തങ്ങളാണ് ബാഡ്ജിനായിട്ട് ആവശ്യം. ഇനി ഇത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മുടെ സിസ്റ്റത്തിൽ സേവ് ചെയ്ത് കിടക്കുന്ന ഒരു ചിത്രം കൊണ്ടുവരണം. അതിനുവേണ്ടി നമ്മൾ നേരെ ഫയൽ ഇമ്പോർട്ട് എന്ന ഫയൽ ഓപ്പൺ അല്ല ഫയൽ ഇമ്പോർട്ട് എന്ന ക്രമത്തിൽ നമ്മുടെ സിസ്റ്റത്തിൽ എവിടെയാണോ ചിത്രം സേവ് ചെയ്ത് വെച്ചിട്ടുള്ളതെങ്കിൽ അതിൽ നിന്ന് ആ ചിത്രം സെലക്ട് ചെയ്ത് ബാഡ്ജിലേക്ക് നേരിട്ട് കൊണ്ടുവന്ന് ആവശ്യമായ സ്ഥലത്ത് ക്രമീകരിക്കുന്നു. ഇനി ഇത് നമുക്ക് ആദ്യം ഇതിൽ ആവശ്യമായ അക്ഷരങ്ങൾ, അതായത് നേർരേഖയിൽ ടൈപ്പ് ചെയ്യേണ്ട വാക്കുകൾ നമ്മൾ ആദ്യം ടൈപ്പ് ചെയ്ത് ചേർക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ ജില്ലാ ക്യാമ്പായത് കാരണം കൊണ്ട് ഡിസ്ട്രിക്റ്റ് പാലക്കാട് എന്നുള്ളത് ടൂൾ ബോക്സിൽ നിന്നും ടെക്സ്റ്റ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ടൈപ്പ് ചെയ്ത് ചേർത്തു. അതിനെ ബോൾഡാക്കുന്നതിന് വേണ്ടി സെലക്ട് ചെയ്ത് ടെക്സ്റ്റ് ആൻഡ് ഫോണ്ടിൽ ബോൾഡാക്കി ആവശ്യമായ വലുപ്പമൊക്കെ ക്രമീകരിച്ച് നമ്മളതിൻ്റെ കളറും ഞാൻ ഇപ്പോൾ ഡാർക്ക് ബ്ലൂ ആണ് ഇവിടെ കൊടുത്ത് കളർ പാലറ്റിൽ നിന്ന് കളറും ആവശ്യമായ കളറൊക്കെ കൊടുത്ത് കറക്റ്റായിട്ട് എവിടെയാണോ വേണ്ടതെങ്കിൽ ആ സ്ഥാനത്ത് അത് പ്ലേസ് ചെയ്യുന്നു. ഇനി ഇതിന് ശേഷം നമുക്ക് താഴെയായിട്ട് ഡേറ്റ് കൂടി ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് കൃത്യമായ സ്ഥലത്ത് ക്രമീകരണം കഴിഞ്ഞ് നമ്മൾ വീണ്ടും ടൂൾ ബോക്സിൽ നിന്ന് ടെക്സ്റ്റ് ടൂൾ എടുത്തുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ 2 ദിവസത്തെ ക്യാമ്പ് എന്നുള്ള രീതിയിൽ ജൂലൈ 15-16 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നേരത്തെ നമ്മൾ ജില്ലയുടെ പേര് ടൈപ്പ് ചെയ്ത് അതേപോലെ തന്നെ അതിന് വരുത്തിയ മാറ്റങ്ങൾ ചെയ്ത് അതേപോലെ തന്നെ അതിനെ സെലക്ട് ചെയ്യുന്നു. ടെക്സ്റ്റ് ആൻഡ് ഫോണ്ട് സെലക്ട് ചെയ്തുകൊണ്ട് അതിനെ ബോൾഡാക്കിയിട്ട് എന്താണോ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതെങ്കിൽ ആ രീതിയിൽ ബോൾഡാക്കി മാറ്റി ആ വിൻഡോ ക്ലോസ് ചെയ്തു. ഡാർക്ക് ബ്ലൂ കളർ ചേഞ്ച് ചെയ്ത് അതിനെയും ബാഡ്ജിൽ ആവശ്യമായ സ്ഥലത്ത് കൊണ്ടുവന്ന് ക്രമീകരിച്ച് വയ്ക്കുന്നു. ഇനി അടുത്തതായി നമുക്ക് വേണ്ടത് ഈ ബാഡ്ജിൻ്റെ 2 വൃത്തങ്ങൾക്ക് ഇടയ്ക്കായിട്ട് ആ സ്കൂളിൻ്റെ പേര് വൃത്താകൃതിയിൽ വരണം. ബാക്കി നമ്മൾ ഇതുവരെ ചെയ്ത വർക്കുകളെല്ലാം ഇതിന് മുന്നേ ഉള്ള വർക്കുകളിലൊക്കെ നമ്മൾ പരിചയപ്പെട്ടതും പഠിച്ചതുമാണ്. അപ്പോൾ അതെങ്ങനെ വരുത്താമെന്നുള്ളതൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ 2 വൃത്തത്തിൻ്റെയും ഡാർക്ക് ബ്രൗൺ കളറുള്ള വൃത്തത്തിൻ്റെ ഉള്ളിലുള്ള ചെറിയ വൃത്തത്തിൻ്റെയും ഇടയ്ക്കാണ് നമുക്ക് സ്കൂളിൻ്റെ പേര് വരേണ്ടത്. അതും വൃത്താകൃതിയിൽ വരണം. അതിനുവേണ്ടി ആദ്യം നമ്മൾ എന്താണോ ടൈപ്പ് ചെയ്ത് ചേർക്കേണ്ട വാക്കുകളെങ്കിൽ അത് നമ്മൾ ടൂൾ ബോക്സിൽ നിന്ന് സാധാരണ നമ്മൾ ഇതിനു മുൻപേ ഒക്കെ ചെയ്ത അതേ രീതിയിൽ തന്നെ സ്കൂളിൻ്റെ പേര് നമ്മൾ ആദ്യം ടെക്സ്റ്റ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ടൈപ്പ് ചെയ്ത് ചേർക്കുന്നു. അതിനുശേഷം അതിനാവശ്യമുള്ള എഫക്ട്സ് കൊടുക്കുക. ഇപ്പോൾ ബോൾഡാക്കണമെങ്കിൽ ബോൾഡാക്കുക. അതിൻ്റെ കളറ് നമുക്ക് ആവശ്യമുള്ള നിറത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇവിടെ ആദ്യം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്തുകൊണ്ട് കളർ ചേഞ്ച് ചെയ്തു, യെല്ലോ കളറാക്കി.
ടെക്സ്റ്റ് ആൻഡ് ഫോണ്ട് സെലക്ട് ചെയ്തുകൊണ്ട് അതിനെ ബോൾഡാക്കി മാറ്റി അപ്ലൈ ചെയ്യുന്നു. ഇനി ഈ വിൻഡോ നമുക്ക് ക്ലോസ് ചെയ്യാം. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ചെറിയ വൃത്തത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ബ്രൗൺ വൃത്തത്തിൻ്റെ ഉള്ളിൽ 2 വൃത്തങ്ങൾക്ക് ഇടയ്ക്കാണ് വരേണ്ടത്. അപ്പോൾ ഈ ചെറിയ വൃത്തത്തെയും വാക്കിനെ ഒരുമിച്ച് സെലക്ട് ചെയ്യണം. അതെങ്ങനെയാണ്? ആദ്യം നമ്മൾ ആ വാക്കിനെ പല വാക്കുകളെ സെലക്ട് ചെയ്തു, ഷിഫ്റ്റ് അമർത്തിക്കൊണ്ട് നമ്മൾ ചെറിയ വൃത്തത്തെ സെലക്ട് ചെയ്ത് മുകളിലുള്ള മെനുവിൽ നിന്ന് ടെക്സ്റ്റ് പുട്ട് ഓൺ പാത്ത് ആ രീതിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ആ ചെറിയ വൃത്തത്തിൻ്റെ പുറം ഭാഗത്തായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് ചേർത്ത സ്കൂളിൻ്റെ പേര് അല്ലെങ്കിൽ എന്താണോ വാക്കുകൾ ടൈപ്പ് ചെയ്തതെങ്കിൽ അത് കൃത്യമായിട്ട് വന്നിരിക്കും. ഇനി അതിനെ മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് അതിൻ്റെ പൊസിഷനൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇതിലിപ്പോൾ കുറേ ഒബ്ജക്റ്റുകളുണ്ട്. ഇതിനെല്ലാം ഒരുമിച്ച് ഒറ്റ ഒബ്ജക്റ്റ് ആക്കിയിട്ട് മാറ്റാൻ വേണ്ടി നമ്മൾ നേരത്തെ പരിചയപ്പെട്ട പോലെ തന്നെ ഇതിനെല്ലാം കൂടി ഒരുമിച്ച് സെലക്ട് ചെയ്തുകൊണ്ട് ഒബ്ജക്റ്റ് ഗ്രൂപ്പ്. ഇപ്പോൾ നമ്മുടെ ബാഡ്ജ് തയ്യാറായി. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം, കൂടുതൽ ബാഡ്ജുകൾ ഇതിൽ നിന്ന് തന്നെ തയ്യാറാക്കാം. നമ്മളിതിൽ തുടക്കത്തിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയതാണ്. അതായത് നമുക്ക് ഈ ബാഡ്ജിൽ ഏറ്റവും പുറമേയുള്ള സർക്കിളിനൊരു സ്ട്രോക്ക് അഥവാ ബോർഡർ കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യാമെന്ന് കൂടി പരിശോധിക്കാം. ഇപ്പോൾ നമ്മൾ അവസാനം ഈ ബാഡ്ജിനെ ഗ്രൂപ്പ് ചെയ്ത് ഒറ്റ ഒബ്ജക്റ്റാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും പുറമേയുള്ള സർക്കിളിന് ഒരു ബോർഡർ കൊടുക്കണം അഥവാ സ്ട്രോക്ക് കൊടുക്കണമെങ്കിൽ അതിനെ അൺഗ്രൂപ്പ് ചെയ്യണം. അതിന് ഒബ്ജക്റ്റ് അൺഗ്രൂപ്പ് എന്ന ക്രമത്തിൽ ക്ലിക്ക് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും പുറമേ ഉള്ള ഏതിനാണോ ബോർഡർ കൊടുക്കേണ്ടതെങ്കിൽ ആ സർക്കിൾ സെലക്ട് ചെയ്ത് ഒബ്ജക്റ്റ് ഫിൽ ആൻഡ് സ്ട്രോക്ക് സെലക്ട് ചെയ്യുക. സ്ട്രോക്ക് പെയിൻറ്റ് നമുക്ക് ആവശ്യമായ കളർ, ഞാനിപ്പോൾ ഇവിടെ ഡാർക്ക് ബ്ലൂ ആണ് കൊടുക്കുന്നത്. കളറ് ഏത് രീതിയിൽ വേണമെച്ചാൽ RGB പ്രൈമറി കളേഴ്സ് എന്നോ അല്ലെങ്കിൽ വീലെന്നോ എങ്ങനെ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. എന്നിട്ട് സ്ട്രോക്ക് സ്റ്റൈൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അവിടെ നമുക്ക് ആവശ്യാനുസരണം അത് കൂട്ടി കൊടുക്കാം. ഇത് നമുക്ക് പ്ലസ് ചെയ്ത് കൂട്ടുന്നത് അതേപോലെ തന്നെ നമുക്ക് ടൈപ്പ് ചെയ്ത് എത്രയാണോ വേണ്ടെങ്കിൽ ആ രീതിയിലും കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഇതിനെല്ലാറ്റിനെയും സെലക്ട് ചെയ്തുകൊണ്ട് ഗ്രൂപ്പ് ചെയ്യാം. ഇപ്പോൾ അത് വീണ്ടും ഒരു ഒബ്ജക്റ്റായി. അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ഇതേ രീതിയിൽ എത്ര ബാഡ്ജ് വേണമെങ്കിൽ ഇതിൽ നിന്നും നിർമ്മിച്ചെടുക്കാം.